സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി വർഗ സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി എൻ്റെ കുടുംബ ജീവിതവും ഇതിലേറെ സഹായിച്ചു. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിക്കുന്നു. ഇത് അവസാനം വരെ ഉണ്ടാവും. ഇതാണ് എന്റെ ചരിത്രം. എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമാഅത്തെ ഹിന്ദ് അതിന്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിന്റെ നയമെന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ഈ കത്തിക്കത്തിയാൻ കഴിയില്ല. ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെന്ന ഭരണഘടനാദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ, മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ, മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടതുണ്ട്. വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോൾ പെരുമാറുമ്പോൾ സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിക്കുന്നില്ല. സഖാവ് VS-ന്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെന്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് വൈദ്യുതി, പട്ടികജാതി, പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സമർപ്പിച്ചു. വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഗണിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാടിതുവരെ ശ്രമിച്ചിട്ടില്ല. മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് KP കേശവമേനോൻ അവാർഡ് അതിന്റെ ഡ്രസ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതുവരെ അവമാനിക്കപ്പെട്ടിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണിയെ, മത സൗഹാർദ്ദത്തെ അരിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എന്റെ ഭാഗത്തുണ്ടായി. ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. എനിക്കയച്ച വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കടക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട ഭാഗം ഇനി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പി ജയരാജനെ പോലുള്ള CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റു സഖാക്കളും എന്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തതയും പറ്റി. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിയമപരവും
സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിൽക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾ വഴി എന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ്. ഞാൻ ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല, ഒരു പത്രവാർത്ത ആർക്കും കൊടുത്തിട്ടില്ല. പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിനു ശേഷം ഇതുവരെ ഒരു പത്രസമ്മേളനം ഞാൻ നടത്തിയാണ്. എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറ്. അങ്ങനെയാണ് 6/1/2026 രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എന്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. നമ്പർ 1, വയനാട് കോൺഗ്രസ് നേതൃത്വ കേന്ദ്രത്തിൽ 100 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. പാർട്ടിയുടെ നിലപാട് എന്താണ്? 2, ശബരിമല കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന CPM പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടന നടപടി സ്വീകരിക്കുന്നില്ല? വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ നിലപാടിനോട് എന്തുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു? എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ഇതാണ് നിങ്ങൾ ചോദിച്ച 3 ചോദ്യം. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതിന്റെ ഇടയിലാണ് ഒരു ടെലിവിഷൻ റിപ്പോർട്ടർ ഒരു ചെറിയ രൂപത്തിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ CPM-നെ വിമർശിച്ചത്. ലീഗിനെയും ജമായത്തിനെയും എതിർക്കുന്ന നിലപാട് RSS-ന് അനുകൂലമാണെന്നും പ്രകോപിതനായി അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള മറുപടിയിലാണ് ജമായത്തിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. എന്നാൽ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിൽ, അതായത് 6-ാം തീയതി, ഈ ഭാഗം ഒരു രൂപത്തിലും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടേയില്ല. ഒരു ദൃശ്യമാധ്യമം മാത്രമാണ് അത് കൈകാര്യം ചെയ്തത്. തൊട്ടടുത്ത ദിവസത്തെ ഒരു ദിനപത്രത്തിലും വാർത്ത വന്നിട്ടില്ല. എന്നാൽ 7/1/2006 ആ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർ ജമായത്തെ പ്രശ്നം മാത്രം എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമായി. തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ എന്റെ പ്രതികരണം തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിച്ചു. മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി. ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 8/1/2026 വൈകുന്നേരം 5:30-ക്കുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സംശയാതീതമായി വ്യക്തമാക്കി. അഭിപ്രായം പറയാനുള്ള എന്റെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രീഡം സ്പീച്ചാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്. മാത്രവുമല്ല, വർഗീയതക്കെതിരായിട്ടുള്ള ആശയ പ്രചരണം അത് ഭരണഘടന 51(a)(e) കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഈ 2 സംരക്ഷണവും ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ 2 ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കി. ഭരണഘടനയുടെ 19 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ഒരു രൂപത്തിലും ആരെയും അപമാനിക്കുന്ന രൂപത്തിൽ എന്റെ ഭാഗത്തൊരു വിമർശനമുണ്ടായി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(e) എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് amongst all the people of India, transcending religious, linguistic and regional or sectional diversities. ഭരണഘടന അനുശാസിക്കുന്ന ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഒരു പൊതുപ്രവർത്തകന്റെ കടമ മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല സുപ്രധാനമായ കേസുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡിഫമേഷന്റെ പേരിൽ എനിക്കയച്ച വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടിയത്
ഈ നോട്ടീസ് ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. എനിക്ക് കിട്ടുന്നതിനും എനിക്ക് രക്ഷിതായിരുന്നു. അഭിഭാഷക നോട്ടീസ് ഒരു സുപ്രധാന നിയമരേഖയാണ്. അതൊരു പ്രചരണായുധമായി ഉപയോഗിക്കാൻ പാടില്ല. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ആരാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള കർശനമായ പരിശോധന എന്റെ ഭാഗത്തുണ്ടാകും. CPIM മുതിർന്ന നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്ക് ജമാഅത്തയുടെ നോട്ടീസ് ലഭിച്ചു, ഇതിന് മറുപടി നൽകും എന്നുള്ളതാണ് പറയുന്നത്. നിയമത്തെ ഒന്നും തനിക്ക് അല്ലെങ്കിൽ നിയമവഴിയൊന്നും താൻ അങ്ങനെ ഭയപ്പെടുന്നില്ല, കേസും കോടതിയും ഒന്നും തനിക്ക് ഭയമില്ല എന്നുള്ളതാണ് AK ബാലൻ പറഞ്ഞത്. താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്നുള്ള ഒരു പരാമർശമൊക്കെ AK ബാലൻ പറയുന്നുണ്ട്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും, ഒന്നാം മാറാടും രണ്ടാം മാറാടും നടക്കും എന്നുള്ളതാണ് AK ബാലൻ വ്യക്തമായി പറഞ്ഞത്. ഇതിനെങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും ഈ നിലപാടിനെ തുടർന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു നോട്ടീസ് നൽകിയത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഒരാഴ്ചക്കകം പ്രസ്താവന പിൻവലിക്കണം, ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കും, ഒപ്പം 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ആ നോട്ടീസ് ഉള്ളത്. ആ നോട്ടീസിന് മറുപടി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തനിക്ക് കേസും കോടതിയും ഒന്നും തനിക്ക് ഭയമില്ല. വക്കീൽ നോട്ടീസ് ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണ്. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാൻ ശ്രമമുണ്ടായി. ഇപ്പോൾ നടക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നോട്ടീസിൽ പറയുന്നത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണെന്നുള്ളതാണ് CPIM മുതിർന്ന നേതാവ് AK ബാലൻ പറയുന്നത്.